ഹലോ ഫ്രണ്ട്സ്, ഏണസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നിരവധി അവസരങ്ങളുമായി ഈ വർഷം RRB ജൂനിയർ എഞ്ചിനീയറിംഗ് നോട്ടിഫിക്കേഷൻ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് RRB പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിനെ കുറിച്ച് വേണ്ടത്ര അവയർനെസ് ഇല്ലാത്തവർ തീർച്ചയായും ഈ അവസരം പാഴാക്കരുത്. കാര്യം ഒരുപാട് പേര് ഇപ്പോൾ PSC എക്സാമിന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായും ഈ വരാൻ പോകുന്ന അവസരത്തെക്കുറിച്ച് അറിയാനും സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് വേക്കൻസി, കാരണം 2018 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2024 പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പം ഒരുപാട് വേക്കൻസികളാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുമായിട്ട് നിലവിലുള്ളത്. അപ്പം ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച അവസരം തന്നെയാണ് ഈ ജൂനിയർ എഞ്ചിനീയറിൻ്റെത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, അതുപോലെ ഇതിൻ്റെ സിലബസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. RRB കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഓരോ എക്സാമിൻ്റെയും ഒരു ടെനേറ്റീവ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളായിട്ടാണ്. അപ്പോൾ ഈ മാസങ്ങളിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമും ഈ വർഷം തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇനി ഈ എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് 18 മുതൽ 33 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഞാൻ ഈ ഏജ് ലിമിറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിലെല്ലാം ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് 4 സ്റ്റേജസുകളായിട്ടാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ വരുന്നത്. ആദ്യത്തെ CBT 1, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ജനറൽ നോളജിലെ കുറേ പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ സിലബസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയാം. അതുപോലെ ഈ CBT 1 നിശ്ചിത മാർക്ക് വാങ്ങിച്ച് അവിടുത്തെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് CBT 2 എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ CBT 2 നിങ്ങളുടെ ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും CBT 2 ടെക്നിക്കൽ എബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതുകൂടാതെ 50 മാർക്കിന് GK പോർഷനും ബാക്കി സബ്ജക്ട്സുമാണ് 50 മാർക്കിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിനുശേഷം CBT 2 ക്ലിയർ ചെയ്ത് നിങ്ങളൊരു മെറിറ്റ് ലിസ്റ്റിൽ വരാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ് അടുത്ത സ്റ്റേജ്. അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷനോടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ ആ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഒക്കെ ലഭിക്കുക. ഓക്കെ, CBT 1 എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ് ആണ് CBT 1 എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതുപോലെ ടോട്ടൽ 100 ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. ഇതൊരു സ്ക്രീനിങ് നേച്ചർ മാത്രമാണ്. കാര്യം ഇവിടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ സ്വാധീനിക്കുന്നില്ല. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് PSC എക്സാമിനൊക്കെ പ്രിലിമിനറി എക്സാം എന്ന് പറയാറില്ലേ, അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഈ CBT 1 പറയുന്നത്. ഇവിടെ ജസ്റ്റ് ക്വാളിഫൈ ആവുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സ്ക്രീനിങ് നേച്ചറാണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ CBT 1 വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ടെക്നിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് CBT 1. കാര്യം നിങ്ങൾ ടെക്നിക്കൽ സബ്ജക്റ്റുകളാണ് പഠിച്ചു വരുന്നത്. നിങ്ങൾ പ്യൂർലി GK പോലുള്ള സബ്ജക്റ്റുകളും, അതായത് ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ്സിലൊക്കെ ചിലപ്പം വീക്കായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്റ്റേജ് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ചിട്ടയായിട്ട് പഠിച്ചു പോയെങ്കിൽ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. മാത്തമാറ്റിക്സ് സ്റ്റേജ് 1 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളത്. അതിൽ 30 മാർക്കായിരിക്കും, 1 മാർക്ക് വീതം നിങ്ങൾക്ക് 30 മാർക്കായിരിക്കും ലഭിക്കുക. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് 25 മാർക്കിന്, അതുപോലെ ജനറൽ അവയർനെസ് 15 മാർക്കിനും, ജനറൽ സയൻസ് 30 മാർക്കിനും, അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് CBT 1 വരുന്നത്. 90 മിനിറ്റാണ് ഡ്യൂറേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ രീതിയിലായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതെന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു CBT 1 എന്ന് പറയുന്ന സ്റ്റേജ് ക്ലിയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ CBT 1 നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് CBT 2 എന്ന് പറയുന്ന അടുത്ത നെക്സ്റ്റ് സ്റ്റേജാണ്. നമ്മൾ PSCയിൽ പറയുമ്പോൾ പ്രിലിമിനറി മെയിൻ എക്സാം എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ സിവിൽ സർവീസ് ഒക്കെ പറയുമ്പോൾ പോലെ പ്രിലിമിനറി മെയിൻ സ്റ്റേജ് എന്ന് പറയുന്ന പോലെ CBT 2 എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു മെയിൻ സ്റ്റേജ് ഓഫ് എക്സാം എന്ന് പറയുന്നത്. ഇത് 120 മിനിറ്റ് ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതുപോലെ 150 മാർക്കിനാണ് ടോട്ടൽ മാർക്ക് ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ CBT 1 പഠിച്ച ജനറൽ അവയർനെസ്, അതുപോലെ എക്സ്ട്രാ വരുന്ന ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ,
ഈ പറഞ്ഞ ഇത്രയും മേഖലയിൽ നിന്നും 50 മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് നിങ്ങൾ CBT 1 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുപോലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും നിങ്ങൾ ജനറൽ അവയർനെസ്സിൻ്റെ കൂടെ പഠിക്കുന്നതാണ്. അതുകൂടാതെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, പിന്നെ ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ഇതാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഇത് 10-20 മാർക്കിനാണ് ഉള്ളത്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക. അതായത് ഒരു വർഷത്തെയൊന്നുമല്ല, റീസെൻ്റ് ആയിട്ട് നടന്ന കുറേ എക്സാമ്പിൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഓരോ മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണല്ലോ വന്നത്, അപ്പം എൻ്റെ പ്രിപ്പറേഷൻ ഈ രീതിയിൽ തന്നെ പോയാലേ എനിക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽ എബിലിറ്റീസ് ആണ് 100 മാർക്കിന് വരുന്നത്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന ട്രേഡിൽ നിന്നും 100 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനായിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസ് ഈ പറയുന്ന GK ആയാലും ശരി, ടെക്നിക്കൽ എബിലിറ്റീസ് ആയാലും ശരി, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് സിലബസ് അവൈലബിൾ ആണ്. അപ്പം ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോമ BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയറിൻ്റെത്. 3 വർഷത്തെ ഡിപ്ലോമ ആയിരിക്കണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ന് പല എക്സാം ഗ്രൂപ്പായിട്ടാണ് RRB തിരിച്ചിരിക്കുന്നത്. അപ്പം മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൽ ഇത്രയും സ്ട്രീംസ് വരുന്നുണ്ട്. അതായത് ഇപ്പം പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ പറയുന്ന എവിടെയെങ്കിലും ഈ പറഞ്ഞ സ്ട്രീമിൽ ഏതെങ്കിലും നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് BTech ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ട്രീമിലൂടെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക്സ് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഏതെങ്കിലും സബ് സ്ട്രീംസിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്കും അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന എക്സാം ഗ്രൂപ്പ് വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിലാണെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസിലാണ് എനിക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിൻ്റെ അണ്ടർ വഴിയായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ടെക്നിക്കൽ എബിലിറ്റീസിലെ ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗുകാർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 3 ഇയർ ഡ്യൂറേഷൻ, അപ്പോൾ 3 ഇയർ ഡ്യൂറേഷനുള്ള BSc സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാദമിയിൽ ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന CBT 1 പ്രത്യേകം നമ്മൾ ഗൈഡൻസ് തരുന്നതാണ് നിങ്ങൾക്കായിട്ട്. അത് മാത്രമല്ല CBT 1 നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും പഠിക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ CBT 2 ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് മാത്രമല്ല ഈ വർഷം തന്നെ എക്സാം ഉണ്ടാവും. അപ്പോൾ എക്സാം വരെയും ഗൈഡൻസിനായിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, പിന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി, പിന്നെ ടെസ്റ്റുകളാണ് ഏറ്റവും വലിയ ഫീച്ചേഴ്സ്. അതായത് നിങ്ങൾ സിലബസിലെ ഓരോ ടോപ്പിക്കുകളും തീരുന്നതനുസരിച്ച് റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ഇതോടൊപ്പം അറേഞ്ച് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ റിവിഷൻ ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റും മോഡൽ ടെസ്റ്റും RRB കണ്ടക്ട് ചെയ്യുന്ന എക്സാമിൻ്റെ അതേ പാറ്റേണോടുകൂടി മോഡൽ ടെസ്റ്റും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. അത് മാത്രമല്ല ഒരു ഓപ്പൺ ആയിട്ടുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഏണസ്റ്റ് അക്കാദമി അവൈലബിൾ ആയിട്ടുള്ള ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.